ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൈദരാബാദി സ്റ്റൈലിലുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ടൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ഞാൻ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ട ഒരു 1/2 കപ്പോളം മല്ലിയില വേണം. പിന്നെ ഒരു 1/4 കപ്പോളം പുതിനയിലയും വേണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. പിന്നെ വേണ്ടത് പൊരിച്ചെടുത്ത സവാളയാണ്. അത് ഏകദേശം ഒരു 1/2 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 2 മീഡിയം സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. ഇതെല്ലാം സ്പൈസസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഷാജീരകം നന്നായിട്ട് വേണം. അപ്പോൾ അത് നല്ലപോലെ വറുത്തിട്ട് പൊടിച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി വേണം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തൈരാണ്. തൈര് അത്യാവശ്യം വേണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്കനുസരിച്ചിട്ടാണ്. ഇത് പുളിയില്ലാത്ത തൈരാണ്. അതുകൊണ്ടാണ് ഞാൻ ലെമൺ ജ്യൂസ് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പുളിയില്ല തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ മതിയാകും. ഇനി ഇത് എല്ലാം കൂടെ ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്തില്ലേ, ആ ഒരു ബാക്കി വന്ന ഓയിൽ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 മണിക്കൂർ മാറ്റി വെക്കുക. 1 മണിക്കൂറിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. കൂടെ തന്നെ നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം കൂടെ ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഈ ഒരു ബിരിയാണി ഉപ്പ് ചേർക്കണം. അരി തിളപ്പിച്ച് ഊറ്റിയെടുക്കാൻ വേണം ചെയ്യണേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് ഞാനിപ്പോൾ ഇവിടെ നല്ല ജ്യൂസില്ല നാരങ്ങയാണ്, അതുകൊണ്ട് ഹാഫാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടെ നന്നായിട്ട് കിട്ടും. പിന്നെ വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. ഏലക്കായ, ഗ്രാമ്പു, പട്ട, പിന്നെ കുറച്ച് ഷാജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരു 5 ഏലക്കായ, 5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഷാജീരകം, പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലയും. ഇത് ഓപ്ഷണലാണ്. ഇതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമുള്ളവർ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ആ ഒരു അരി പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി പൊരിച്ചെടുത്തില്ലേ, ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ ചേർക്കണേ. ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. ആ സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനില്ലേ നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കണം. അരി ഒരു 95% വേവായിട്ട് കിട്ടണേ. എങ്കിൽ ദമ്മിൽ പിന്നെ ബാക്കി ഒരു 5% വേവുള്ളൂ. ചിക്കനും ഇവിടെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ പിന്നെ ദമ്മിൽ ബാക്കി വെന്തോളും. കുറച്ച് ഗ്രേവിയോട് കൂടെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ചിക്കന്. എന്നിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ദമ്മ് ആക്കിയെടുക്കുകയാണ് ചെയ്യണത്. ചോറെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊരിച്ചെടുത്ത കുറച്ച് സവാള ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം, പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നല്ല നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിതുവരെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആ നെയ്യിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചോറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഒന്ന് മൂടി കൊടുക്കുക. ഒട്ടും ആവി പുറത്ത് പോവാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് ബിരിയാണി പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള
നല്ലൊരു ഹൈദരാബാദി സ്റ്റൈലിലുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ സവാള ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും വഴറ്റിയെടുക്കണ്ട. തക്കാളി ഒന്നും ഇതിൽ ചേർക്കണില്ല. തൈരും ലെമൺ ജ്യൂസുമാണ് കുറച്ച് വേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇനി വീണ്ടും വരാം. താങ്ക്